ശരി, നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ നിന്നാണ് ഇന്നലെ ആ മ്യൂസിയം പരിസരത്ത് വെച്ച് 5 പേരെ നായ കടിച്ച വാർത്ത വന്നത്. ആ തെരുവ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണത്. തെരുവ് നായയുടെ കടിയേറ്റവർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. നിലവിൽ മ്യൂസിയം പരിസരത്തുണ്ടായിരുന്ന മറ്റ് തെരുവ് നായകളെ തിരുവനന്തപുരം കോർപ്പറേഷൻ ABC സംഘം പിടികൂടി ക്വാറന്റൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തേക്ക് മ്യൂസിയം പരിസരത്തേക്ക് തന്നെ പോകാം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിജോ, ഇന്നിപ്പോൾ ഷിജോയുടെ ലൈവിന്റെ പ്രിവ്യൂ എനിക്ക് PCR നിന്ന് കാണിച്ചു തരുമ്പോൾ അതിൽ കണ്ടിരുന്നു നമ്മുടെ അപ്പോൾ വിജിൻ വായാന്തോട് അവിടെ ഒരു നടക്കാനായി വന്നാണെന്ന് തോന്നുന്നു. ഇത്രയും ആളുകളെ കടിച്ചിട്ടും പട്ടിശല്യമൊക്കെ കൂടുതലായിട്ടും എவ்வளോ ധൈര്യം ഇരിക്കാന്ന ഞാൻ ആദ്യം മനസ്സിൽ വന്നത്. അതെ, അവിടെ തന്നെ ഉണ്ടോ ആളും? വിജിനന്റെ കൂടെ തന്നെ ഉണ്ട്. അവൻ നടക്കാനിറങ്ങിയതാണ്. 6 റൗണ്ട് നടന്നു കഴിഞ്ഞ് ക്ഷീണിച്ച് മടുത്ത് ഇവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും നീ ഇവിടെ നില്ല, നീ ഇപ്പോൾ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയതാണ്. ഇതിനകത്ത് എല്ലാവർക്കും വലിയ ആശങ്കയാണ്. ഇന്ന് രാവിലെ ഇവിടേക്ക് ലൈവിന് വേണ്ടി വരാനായിട്ട് ഇന്നലെ നമ്മുടെ ബ്യൂറോയിൽ പ്ലാൻ ചെയ്തു. രാവിലെ മ്യൂസിയത്തിൽ നിന്ന് 7 മണിക്ക് ലൈവ് വേണമെന്ന്. അപ്പോൾ ആര് പോകും എന്നുള്ളതായിരുന്നു ആശങ്ക. രാവിലെ ഈ ശബരിമല വാർത്തയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അലയുലുകളൊക്കെ ഉള്ളതുകൊണ്ട് സിജോ അതിന് പുറകെ പൊക്കോട്ടെ, മറ്റാര് പോകും എന്നുള്ളതായിരുന്നു ആശങ്ക. അപ്പോൾ രാവിലെ ഇവിടെ വന്ന് വെറുതെ പട്ടിയുടെ കടി കൊള്ളണ്ടല്ലോ എന്നുള്ള പേടിച്ചുകൊണ്ട് ആരും അങ്ങനെ തയ്യാറായില്ല. അവസാനം ഞാനും വിജയനെ ആലോചിച്ചു ആര് പോകും എന്നുള്ളത്. എന്നാൽ വിജയൻ പറഞ്ഞു നീ പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പോകാൻ പറഞ്ഞു. ഇവരെന്തായാലും ഇവിടെ ഉണ്ടാവും എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുകൂടെ കണ്ടുമുട്ടിയത്. വിജയനെ പട്ടിനെ പേടിയൊന്നുമില്ലടാ? ഉണ്ട്. ഇന്നലെ ഞാൻ ഏകദേശം ഇതേ സമയത്ത് 7:30 ആയപ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഇവിടുന്ന് ഇറങ്ങി ഒരു 8 മണിയായപ്പോഴാണ് നമ്മുടെ സുനിലേട്ടൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇവിടെ ഇങ്ങനൊരു പട്ടിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഞാൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട്, ഒരു പക്ഷേ ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ ഇതുവഴി നടക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടാകുമായിരുന്നു. ഇന്ന് പക്ഷേ ഇപ്പം പട്ടികളൊന്നും കാണുന്നില്ല. എല്ലാത്തിനും വാക്സിനേറ്റ് ചെയ്യാൻ കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പട്ടികൾ ഇതിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അവരെ സെക്യൂരിറ്റി ഇപ്പം ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അല്ല, ഇന്നലെ എന്തായാലും വിജിന് പട്ടിയുടെ കടിയേൽക്കാതെ നന്നായി. കാരണം വിജിനോട് കടിയേറ്റ് കഴിഞ്ഞാൽ ബ്യൂറോയിൽ ഒന്നാമത് തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്, ആളില്ല. ഇനിയിപ്പോൾ ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വരും. അങ്ങനൊന്നും പോകാതിരിക്കട്ടെ. ഇന്നലെ ഇപ്പോൾ ഈ പറയുന്ന ആളുകളെ അടക്കം ഇന്നലെ തിരുവനായുടെയൊക്കെ ആക്രമണത്തിന് ഇരയായ ഒരാൾ കൂടിയാണ്. രാവിലെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. ചേട്ടാ, ഇന്നലെ എങ്ങനെ എന്തായിരുന്നു അവസ്ഥ? കടിച്ച് കാലിൽ കടിച്ചു. ആ വണ്ടിയുടെ ബാക്കിൽ കിടക്കുന്നതിൻ്റെ അവിടെ വെച്ചാണ് കടിച്ചത്. എന്നിട്ട് കാലിന് മുറിവ് എങ്ങനെയുണ്ട്? കാലിന് മുറിവുണ്ട്, നല്ല മുറിവുണ്ട്. ഇവിടെ ആശുപത്രി പോയോ? പിന്നെ ഇഞ്ചക്ഷൻ എടുത്തു? പിന്നെ ജില്ലാശുപത്രി പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത്. ജീവിതത്തിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും പട്ടി കടിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ്? അതെ. അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഞ്ചക്ഷനാണ് ഭയങ്കര, ഈ മുറിവിലാണ് വയ്ക്കുന്നത്. പട്ടി അടിച്ചതിനെ കണ്ടി 4 ഇരട്ടി വേദന ആണല്ലേ? എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ചേട്ടാ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മ്യൂസിയത്തിലേക്ക് നടക്കാൻ വരുന്ന ഏതാണ്ട് 1000കണക്കിന് ആളുകൾ രാവിലെയും വൈകിട്ടുമായിട്ടൊക്കെ മ്യൂസിയത്തേക്ക് ഇങ്ങനെ നടക്കാൻ വരുന്നതാണ്. അപ്പോൾ അതിനിടയിൽ ഇന്നിപ്പോൾ ഒരു തെരുവുനായയും കാണുന്നില്ല. ഇന്നിപ്പോൾ തെരുവുനായ്ക്കളൊന്നും നടക്കാൻ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല, അതുങ്ങളെയൊക്കെ ഈ പറയുന്ന ഇന്നലെ ഈ ആളുകളെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് കൊണ്ട് മറ്റു നായകളെ ഈ പറയുന്ന കോർപ്പറേഷനും ബന്ധപ്പെട്ട അധികൃതരുമൊക്കെ ചേർന്നുകൊണ്ട് വാക്സിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇതുവഴിയൊക്കെ നടക്കുകയും ഇരിക്കുകയും കഥ പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യാം. ഇന്നിപ്പോൾ കുറച്ച് ഇന്നലത്തെക്കാളും ആശ്വാസം ഉണ്ടെന്ന് തോന്നില്ലേ? ആശ്വാസം ആളുകളെല്ലാം വരവ് നിർത്തി, അത്രേ ഉള്ളൂ. അല്ല, പട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. നടക്കാൻ വരുന്നവരെല്ലാം ഇന്ന് അവധി കൊടുത്തു. ഇനി ഇവിടെ തീരുമാനമാകാതെ അധികം ആളുകൾ വരത്തില്ല. പിന്നെ നമ്മൾ പിന്നെ റിസ്ക് എടുത്ത് പട്ടി കടിക്കുന്നതും കടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടെങ്കിൽ വരുന്നതാണ്. ഇന്നലെ മീഡിയയുടെ ഒരു വലിയ കവറേജ് ഉണ്ടായിരുന്നു ഇവിടെ. നിങ്ങളുടെ മീഡിയ വണ്ണാണോ ഇത്? ആ മീഡിയ വണ്ണുകാർ നല്ല ലൈവൊക്കെ കൊടുത്തു. നമ്മുടെ സനസ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരു ന്യൂസ് ബ്രേക്ക് ഉണ്ടായിരുന്നു ദിവസമായിരുന്നു, അത് പറ്റിയിട്ടില്ല. കംപ്ലീറ്റ് ചാനലുകളും ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പാനിക് സിറ്റുവേഷൻ കാണണമായിരുന്നു. കംപ്ലീറ്റ് ആളുകളും, ഞങ്ങളൊക്കെ ഇവിടെ കുറേ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ്, അവരെല്ലാം സ്ത്രീകളെല്ലാം കൂടെ ഓടി. ഇന്ന് അവരും വന്നിട്ടില്ല, 10 ദിവസത്തേക്ക് വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അകത്തൊരു ഡയറക്ടർ ഇപ്പോൾ ഒരു ലേഡിയാണെന്ന് തോന്നുന്നു. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാതെ അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ചെയ്തുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മളിങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഒരു സജഷൻ വെക്ക്, ഈ തായ്വാൻകാർ ഇതിനെ തിന്നും, നമ്മുടെ നാട്ടിൽ തന്നെ നാഗാലാൻഡ് തിന്നും. ഇത് അങ്ങോട്ട് കയറ്റി അയച്ചു കൊടുക്കുന്നത്. ഇത് അടുത്ത കാലത്തൊക്കെ ഞാൻ കേട്ടൊരു രസകരമായ ഒരു സജഷനാണ്. ഇല്ല, തായ്വാൻകാർ കപ്പൽ കൊച്ചിയിൽ വന്ന ആ ഏരിയയിൽ പട്ടി കാണത്തില്ല. കാര്യം അതിന്റെ സ്മെല്ലടിക്കുമ്പോൾ എല്ലാം പോകും. അതുകൊണ്ട് ഇത് അവിടുത്തെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പട്ടിയുടെ ഇറച്ചി നന്നായിട്ട് നമ്മുടെ ഈ ബീഫ് കറി വെക്കുന്നവർ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നൊക്കെ. ഞങ്ങളുടെ ഇവിടുന്ന് നാഗാലാൻഡ് അങ്ങനെയാണല്ലേ? കണ്ടിട്ടുണ്ടോ? അല്ലേ, എനിക്ക് അറിയാന്നുള്ള പരിചയമുള്ളൊരു പട്ടാളക്കാരുണ്ടായിരുന്നു. അയാളെ ഡിഫൻസിൽ നിന്ന് വന്നിട്ട് അയാൾ പറഞ്ഞ അവിടെ നാഗാലാൻഡിൽ നിന്ന് പട്ടി ഇറച്ചി കഴിച്ചിട്ടുണ്ട്. അയാൾ വളരെ ഇതായിട്ടാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. ഇവിടെ തന്നെ പല കടകളിലും ഇങ്ങനെ കൊടുക്കുകയായിരിക്കും. അതുകൊണ്ടാണ് ഈ മട്ടൻ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ചില ആളുകൾക്ക് ചിലപ്പോൾ ഇപ്പൊ തന്നെ കൊതി തോന്നും. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടി. ഞാനൊരു 25 വർഷമായിട്ട് ഇവിടെ നടക്കുകയാണ്.
ഒരു പട്ടിയില്ല ഒന്നുമില്ല. ഈ കൊറോണ കഴിഞ്ഞ ശേഷം ഒരുപാട് ലേഡീസ് പൊതിഞ്ഞ് കെട്ടി ഫുഡ് ഐറ്റംസ് കൊണ്ടുവരണം. ലേഡീസ് മാത്രമല്ല, ജെൻസ് ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാതെ ഇവിടെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് ബിസ്ക്കറ്റുകളെ കൊണ്ടുപോയിട്ട് ഫുഡും ഒക്കെ കൊണ്ടുകൊടുത്ത് ഇങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്ത് ആൾക്കാരെ എങ്ങനെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് പോലും ചെയ്യാത്ത ആൾക്കാർ ഇതിനു വേണ്ടി പൈസ മുടക്കി എത്രയോ ലേഡീസ് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരുടനെ തന്നെ വനിതാ കമ്മീഷനിൽ അവിടെ എവിടെയെങ്കിലും പറയാതെ നമ്മൾ കണ്ടാലും കണ്ടില്ല എന്നടിക്കുക. ഇവിടെ എത്രയോ കുട്ടികളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനൊരു രസകരമായിട്ടുള്ള കുറേയധികം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഈ തെരുവുനായ്ക്കളെ എല്ലാം പിടിച്ച് തായ്വാനിലേക്കോ നാഗാലാൻഡിലേക്കോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ മനുഷ്യർ തിന്നോളും. അത് രസകരമായ കൂട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ അനുഭവങ്ങളൊക്കെയാണ് അവർ ആളുകൾ പറയുന്നത്. പക്ഷെ വലിയ ഭയം ആളുകൾക്ക് നടക്കാനിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പട്ടിക്ക് വിഷബാധ സ്ഥിരീകരിച്ചതോടുകൂടി വലിയ ഭയം ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ എങ്ങനെ ദൂരീകരിക്കുമെന്നൊരു അറിയില്ല. പല ആളുകളും ഇന്നലെ കണ്ടതുപോലെയൊന്നുള്ള ആളുകൾ ഇന്നിപ്പോൾ മ്യൂസിയത്തിലേക്കില്ല. കാരണം ഈ തെരുവുനായ്ക്കളെയൊക്കെ കൂടുതൽ കാണുന്നത് നമ്മൾ മറ്റ് പുറത്തൊക്കെയാണ്. പക്ഷേ ഈ മ്യൂസിയത്തിനകത്ത് ഇങ്ങനെ നടക്കാനൊക്കെ ആളുകൾക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതിന് എങ്ങനെ ഒരു പരിഹാരം കാണുമെന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. എന്തായാലും തെരുവുനായ്ക്കളെ ഇവിടെ ഉണ്ടായിരുന്ന തെരുവുനായ്ക്കളെല്ലാം കൊണ്ടുപോയി. നമ്മൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഒരു തെരുവുനായ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ചാടി വന്നു. ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു കമ്പെടുത്ത് അതിനെ എറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട്. അത് ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നലെ അത് മാത്രമല്ല കേട്ടോ ജിൽസി, സൈഫ് നമ്മുടെ മുൻ സഹപ്രവർത്തകനായിരുന്ന അർജുൻ അവൻ്റെ ഇപ്പോഴത്തെ ഓഫീസിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക്, ഞാനും അർജുനെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ വെച്ച് അവൻ്റെ നേർക്കൊരു തെരുവുനായ ചാടി വീഴുകയും അവൻ കയ്യിലിരുന്ന ബാഗ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. അപ്പോൾ തെരുവുനായ്ക്ക് വിഷബാധ മാത്രമല്ലെങ്കിൽ പിടിച്ചത് മാത്രമല്ല മറ്റെന്തൊക്കെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെ പേടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഞാൻ നേരത്തെയും സൂചിപ്പിക്കുന്നുണ്ട്, ഡോക്ടർ ഹാരിസ് തിരക്കിൻ്റെ വാർത്ത ലൈവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് വീടിനടുത്ത് പോയിരുന്നപ്പോൾ തൊട്ടടുത്തുകൂടെയൊക്കെയാണ് നായ്ക്കൾ പോകുന്നത്. അപ്പോൾ ഏത് സമയത്തും കടി കിട്ടുമോയെന്ന് പേടിച്ച് ഭയം തന്നെയാണ് നിന്നിരുന്നത്. വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളിതിനെ ഒട്ടും ലാഘവത്തിൽ കണ്ടുകൂടാ. ആളുകളൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അതിനെ കൂടി ഒരുപക്ഷെ ബന്ധപ്പെട്ട അധികൃതർ ഗൗരവത്തിലെടുത്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടതാണ്. ജിൽസി, സൈഫു. തീർച്ചയായും അർജുനെ പോലെയുള്ള മാധ്യമപ്രവർത്തകരെ മാത്രമല്ല റഷ്യക്കാരിയെ വരെ കടിച്ചു. നമ്മുടെ ടൂറിസത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് ശല്യം. മാത്രമല്ല ചില നിർദ്ദേശങ്ങൾ അത് വളരെ രസകരമായ നിർദ്ദേശമാണ്.